അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ആദ്യം തന്നെ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ലോകത്ത് തിന്മകൾ മായ്ച്ചു കളയാൻ, നന്മകൾ എഴുതിച്ചേർക്കാൻ അവതരിച്ച തിരുദൂതരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ജീവിത നിയോഗത്തിൽ സന്തോഷിക്കാൻ ആണല്ലോ വിശ്വാസികൾ ഒത്തുചേർന്ന് നബിദിനം ആഘോഷിക്കുന്നത്. ആ സന്തോഷം പങ്കുവെക്കുന്ന ഈ സദസ്സും അനുഗ്രഹീതമാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധ മാലാഖമാർ പങ്കെടുക്കുന്ന മഹത്തായ ഇടമാണ്. ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത, കിബർ നടിക്കാത്ത, പൊങ്ങച്ചം കാണിക്കാത്ത, ഫസാദ് ഉണ്ടാക്കാത്ത ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ലോക സമൂഹത്തിന് മുന്നിൽ മനുഷ്യാവകാശത്തിൻ്റെ വിളംബരം നടത്തിയ മഹാവിമോചകനാകുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ നാം കണ്ണിൽ കാണുന്ന ഒന്നും ഈ ലോകത്തെ ഉണ്ടാകുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളോട് വളരെ സ്നേഹമുള്ളവരായിരുന്നു. കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും ചുംബിക്കാനും നബി തങ്ങൾ എല്ലാവരോടും കൽപ്പിച്ചിരുന്നു. അതിലൂടെ മനസ്സിലാവുന്നത് മുത്തുനബിക്ക് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ടും ഇഷ്ടപ്പെടണം. എന്തുകൊണ്ടും മാതൃകാ പുരുഷനായ തിരുനബിയുടെ സന്ദേശം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി വെളിച്ചം നൽകി സ്വയം മുരുകിത്തീർന്ന ഒരു മെഴുകുതിരിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഉമ്മത്തി എന്ന ഒരൊറ്റ വിചാരം മാത്രമായിരുന്നു നബി തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതിനാൽ ഉമ്മത്തീങ്ങളായ നാം തിരുനബിയെ സ്നേഹിച്ചു ജീവിക്കൽ അനിവാര്യമാണ്. നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നബിചര്യ പിൻപറ്റുക എന്നതാണ്. അതിന് നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. തിരുനബിയെ സ്നേഹിക്കാത്തവർക്ക് ഇരുലോക വിജയികളിൽ ഉൾപ്പെടാൻ കഴിയില്ല എന്ന സത്യം നാം മനസ്സിലാക്കി തിരുനബി കൊണ്ടുവന്ന ദീൻ മുറുകെ പിടിച്ചു ജീവിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം